ഹായ് ഹലോ, നമുക്കിന്നൊരു എളുപ്പത്തിലൊരു മെഴുക്കുപുരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ചുരക്കയാണ്. ചുരക്ക കൊണ്ട് എങ്ങനെയാണ് മെഴുക്കുപുരട്ടി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, പെട്ടെന്ന് ചെയ്തെടുക്കാം. ചുരക്ക നമുക്കിതാ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി ആദ്യം മുറിക്കണം. ഒരുപാട് വലിയ കഷ്ണം ആവരുത്, ചെറിയ കഷ്ണമായാൽ മതി. ഒരുപാട് വലുതായാലും പാടായിരിക്കും. ഓക്കെ, അങ്ങനെ മുറിച്ചതിന് ശേഷം ആദ്യം 3 പച്ചമുളക് വേണം. ചെറുതായിട്ട് പച്ചമുളക് അരിയുക. അതിനുശേഷം ഒരു പകുതി സവാള, പകുതി മതിയാവും. ഇത് ഒരു ചുരക്ക ഫുള്ളായിട്ടുണ്ടേ, ചെറിയൊരു ചുരക്ക ഫുള്ളായിട്ടുണ്ട്, അത് എടുത്തില്ല. എന്നിട്ട് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി വേണം. ഇതുപോലെ ഞുറുക്കായിട്ട് ഇടണം കേട്ടോ, നീളത്തിന് ഇടാൻ പാടില്ല. നല്ലതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞുറുക്കിയിടുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ചട്ടി ഒന്ന് ചൂടാക്കിയെടുക്കാം. ചട്ടി ചൂടാകട്ടെ. ലോ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയാൽ മതി കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് ചട്ടി ചൂടാകട്ടെ. ഈ ചട്ടി ചൂടായി, അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണ നല്ല ചൂടാകട്ടെ. വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല കേട്ടോ, കാരണം ചുരക്കയിൽ തന്നെ വെള്ളം ഉണ്ട് ഓൾറെഡി. നമുക്ക് വെള്ളം വേണ്ട. ആവിയിൽ കിടന്ന് വെന്തോളും. എണ്ണ നല്ല ചൂടാവട്ടെ. നല്ല ചൂടായ ശേഷം മാത്രമേ കടുക് പൊട്ടിക്കാവൂ, അല്ലാതെ കടുകിട്ടാൽ നമുക്ക് കടുകിൻ്റെ ചെവ നമുക്കുണ്ടാവും. നല്ല ചൂടായതിന് ശേഷം കുറച്ച് കടുക് നമുക്കിടാം. കടുകിട്ടു, കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടി, കടുക് പൊട്ടിയതിന് ശേഷം മാത്രം കുറച്ച് വറ്റൽമുളക് നമുക്കിടാം. 4 വറ്റൽമുളക് മതി, കാരണം നമ്മൾ 3 പച്ചമുളക് ഓൾറെഡി ചേർത്തു. അപ്പോൾ 4 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ചുരക്ക, സവോള, പച്ചമുളക്, ഇഞ്ചി നന്നായിട്ട് മിക്സ് ചെയ്യാം. കടുക് വറുത്തതിലേക്കിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. വെള്ളം തീരെ ഒഴിക്കാൻ പാടില്ല. നമ്മൾ നൈസായിട്ട് അരിയുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് ആവശ്യത്തിനിടാം. നമ്മുടെ ഇഷ്ടത്തിന് എത്രയാണോ അത്രയും ഉപ്പ് നമുക്കിടാം. കുറച്ച് ഉപ്പിട്ട്, അധികം ഉപ്പ് കൂടാൻ പാടില്ല, കാരണം വെന്ത് വരുമ്പം ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറയും. കുറച്ച് ഉപ്പിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചെയ്യാം. ഇഷ്ടമുള്ളവർക്ക്, സ്പൈസി ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർക്കാം. മുളക് പൊടി ആവശ്യമില്ല, എരിവുണ്ട് ഓൾറെഡി. വെള്ളം തീരെ വേണ്ട. അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. കണ്ട, എല്ലാം നന്നായിട്ട് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് വെന്തു. നന്നായിട്ട് വെന്തു. ഇതിലേക്ക് ഒരു പിടി തേങ്ങ, ഒരു മുറി തേങ്ങയുടെ പകുതി മുറി തേങ്ങ നമുക്ക് ചിരകി, അരയ്ക്കൊന്നും വേണ്ട, ചിരകി നമുക്കിതിലേക്കിടാം. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി എടുക്കാം. ഓക്കെ,
ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. വളരെ എളുപ്പമാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന നല്ല നല്ല ഡിഷുകളായിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.